രേണുസുധിയും കിച്ചു, ബിഷപ്പ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം രേണു ജന്മം കൊണ്ടല്ലെങ്കിലും സ്ഥാനം കൊണ്ട് കിച്ചുവിൻ്റെ അമ്മ തന്നെയാണ്. പക്ഷെ രേണു ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, കിച്ചു നീ ചെയ്ത കാര്യം അങ്ങനെയൊക്കെ. പക്ഷേ അതെന്താണെങ്കിലും അവൻ ചെറുപ്പകാലത്തിൽ ഒരു കൺട്രോളില്ലാതെ വളർന്നതിൻ്റെ, സ്വന്തം അമ്മയോ ഒന്നും ഇല്ലാതെ വളർന്നതിൻ്റെ ഒരു ഇതിൽ പറ്റിപ്പോയതായിരിക്കാം. അവന് നേരായ മാർഗം കാണിച്ചു കൊടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കുക ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്നാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ കിച്ചുവിനാണെങ്കിൽ മദറിനെ വല്ലപ്പോഴും ഒന്ന് സന്ദർശിക്കുക, അതൊക്കെ ചെയ്യുക രേണുവിനെ. പിന്നെ ബിഷപ്പാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ നോക്കേണ്ട ആളാണ് ബിഷപ്പ്. പക്ഷെ അദ്ദേഹം ഇത്രയും ശക്തമായി എതിർത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് ദേർ എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ രേണു ഇപ്പോൾ വലിയൊരു രോഗബാധിതയായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ അവരെ വലിച്ചു കയറുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടാവുമല്ലോ ഇങ്ങനെ ആയി തീർന്നത്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊക്കെ നമുക്ക് വെറും കെട്ടുകഥ പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കറിയുള്ളൂ അത് എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക. ഉറപ്പാണ് രേണുസുധി ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിയത്. പക്ഷെ അവിടെ ഒരു ദൗർഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഒരു ചെറിയൊരു തടിപ്പ് ശരീരത്തിൽ കണ്ടപ്പോൾ അത് അന്ന് ഡോക്ടർ എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റേണ്ടതായിരുന്നു. അന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും അവരെടുത്ത് മാറ്റേണ്ടതായിരുന്നു. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇപ്പോൾ അവർ ഈ അവസ്ഥയിലെത്തിയത്. നമ്മൾ ആരാരും ശരിയാണ്, നമുക്ക് പേടിയാവില്ല സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഭയമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. അതിനൊരു വലിയ ഉദാഹരണമാണ് രേണുസുധി. അതുകൊണ്ട് എല്ലാവരും അത് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരവസ്ഥയിലുള്ള അസുഖങ്ങൾ അത് അപ്പോഴേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനധികം ഒരു സർജറിയുടെ ചിലവേ ആവുണ്ടാവുള്ളൂ. അത് ചെയ്ത് അത് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാതെ അതവിടെ വെച്ചിരുന്ന് നമ്മുടെ ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിലൊരു ക്യാൻസറസ് ഒക്കെ ആയി മാറുക എന്ന് പറയുമ്പോൾ വരുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ലെവലിലെത്തി. പക്ഷേ ഒരു ചെറിയ ഇഗ്നോറൻസ് എന്ന് രേണു അന്ന് മനസ്സിലാക്കി. പക്ഷെ അതൊരു വലിയ ഇഗ്നോറൻസ് തന്നെയായിരുന്നു. അത് അവരെ ഒരു പടുകുഴി കൊണ്ടെത്തിച്ചേക്കാണ്. ശരിയാ, നല്ല മനക്കരുത്തുള്ള സ്ത്രീയാണ്. അവർ വീണ്ടും തിരിച്ചു വരും. പക്ഷെ അവർ ക്യാമറയുടെ മുന്നിൽ നമ്മൾ കാണുന്നുള്ളൂ. ക്യാമറയുടെ പിന്നിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണ്, ഉറപ്പായിട്ടും വിഷമിക്കുന്നുണ്ടാവും. അതവർ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്കതുകൊണ്ട് രേണുവിനെ ഇങ്ങനെ ഓവറായിട്ട് കുറ്റം പറയുന്നതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും റീസൺ ഇല്ലാതെ ഒരാളിങ്ങനെയൊക്കെ ആയി മാറില്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. കിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവന് നേരെ ചൊവ്വേ വഴി നടത്താനുള്ള ഒരു ആൾക്കാരില്ലായിരുന്നു. മദറാണെങ്കിലും ഫാദർ നോക്കിയിട്ടില്ല എന്നല്ല, എന്നാലും ആൾക്ക് അതിനൊരു പരിധി ഉണ്ടല്ലോ, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ബാക്കി ആളെ നല്ല രീതിക്ക് എന്തെങ്കിലും കൂട്ടുകെട്ടിലൊക്കെ പെട്ടിട്ടുണ്ടാവാം, അതായിരിക്കാം. അതും അവൻ്റെ ഒരു ലൈഫ് സിറ്റുവേഷൻ. എത്ര നന്നായി നോക്കിയാലും ഓരോ കൂട്ടുകെട്ടിൽ പോയി പെടുന്ന പിള്ളേരുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ഇവൻ്റെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി പാരൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് തീർച്ചയായും കാണാൻ പറ്റും. സോ അതാണ് അവൻ്റെ കാരണമെങ്കിൽ ബിഷപ്പിന് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച്, കാരണം ആളിങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്, അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിക്ക് രമ്യതയിൽ കഴിഞ്ഞതെല്ലാം മറക്കട്ടെ എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് ആ ഒരു രീതിക്ക് ആക്കിയെടുക്കുകയാണ് ബിഷപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ബിഷപ്പ് ഇങ്ങനെ പറയാനും കാരണം ഉണ്ടാവും. ബിഷപ്പ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കും ബിഷപ്പിൻ്റെ ഒരു ഇതിൽ. പക്ഷേ ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫോർഗീവ് ചെയ്ത് കൊടുക്കാം. പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും, എന്താണെന്ന് നമുക്കറിയില്ല. എനിവേ,
ഐ തിങ്ക് സംതിങ് ഈസ് ദെയർ.